ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചട്ടഭേദഗതിയായി കേരളീയർക്ക് ഓണസമ്മാനമായെന്ന് ഗവൺമെൻറ്. പക്ഷേ അതിജീവന പോരാട്ടവേദി ഉൾപ്പെടുന്ന മറ്റ് സംഘടനകൾ ആരും അത് അംഗീകരിക്കുന്നില്ല. ഒരു സമ്മാനമായി ഇല്ല എന്ന് പോട്ടെ, അത് ജനങ്ങൾക്ക് ചെറിയ തോതിൽ ആശ്വാസം പകരുന്നു എന്ന് പോലും അവർ കരുതുന്നില്ല. ഇതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ റസാഖ് ചോരവേലിൽ. അദ്ദേഹം അതിജീവന പോരാട്ടവേദിയുടെ സംസ്ഥാന ചെയർമാനാണ്. സ്വാഗതം സാർ. സാർ, ഓണസമ്മാനമായി കേരളീയർക്ക് സർക്കാർ നൽകിയ നമ്മുടെ ചട്ടഭേദഗതി പ്രത്യേകിച്ച് കുറേ നാളുകളായി കത്തി പുകഞ്ഞു നിൽക്കുകയും ഗവർണർ തടഞ്ഞു വെച്ചു എന്ന് പറയപ്പെടുകയും ചെയ്ത ഈ വിവാദ ബില്ല് ഇപ്പോൾ ഗവൺമെൻറ് ഓർഡറായി പുറത്തിറങ്ങുകയാണ്. അത് ഇറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഓണസമ്മാനമായി ജനങ്ങൾക്ക് കിട്ടി എന്നാണ് വേണ്ടപ്പെട്ടവർ സംസാരിക്കുന്നത്. അത് ഈ സത്യത്തിൽ അരാഷ്ട്രീയ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഈ ഓണസമ്മാനം അട്ടിമറിക്കുകയാണെന്നാണല്ലോ ഔദ്യോഗിക ഭാഷ. ഇക്കാര്യത്തിൽ ഞങ്ങൾ മുൻപേ ഞങ്ങളുടെ ആദ്യകാലം മുതൽ പറഞ്ഞു വന്ന ഒരു കാര്യം, ഒരു ചട്ട ഭേദഗതിയിലൂടെ പരിഹരിക്കാവുന്ന വിഷയമാണിതെന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച മുഖ്യ പ്രശ്നം. അതങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് കഴിഞ്ഞ 2022 വരെ ഗവൺമെൻറ് എല്ലാ സംയുക്ത മീറ്റിങ്ങുകളിലും കർഷക സംഘടനകൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു നിയമനിർമ്മാണത്തിലേക്ക് ഗവൺമെൻറ് കടന്നു. ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി ഇത് സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തെ ഉപദ്രവിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് കൃത്യമായി അന്ന് തന്നെ പൊതുസമൂഹത്തിൽ അറിയിക്കുകയും വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ വഴങ്ങാതെ ആ നിയമം 2023 സെപ്റ്റംബർ 14 നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. 2022 മുതൽ ചട്ടഭേദഗതി എന്ന് ക്ഷീരബലാതി ആവർത്തിക്കുന്നത് പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ജനങ്ങളുടെ മുന്നിൽ. തീർച്ചയായും ഞങ്ങൾ മാത്രമല്ല, റോഷി അഗസ്റ്റിൻ ഈ മുന്നണിയുടെ ഭാഗമാവുന്നതിന് മുമ്പും അദ്ദേഹത്തിന്റെ ആവശ്യം ചട്ടഭേദഗതിയാണ്. ചട്ടഭേദഗതി ആകുമ്പോൾ നമുക്ക് നിയമനിർമ്മാണ സഭയുടെ ആവശ്യമില്ല. 60-ലെ നിയമം, 64-ലെ ചട്ടം. അതിൽ നമ്മൾ ഭേദഗതി ചെയ്യുന്നത് 64-ലെ ചട്ടമായിരുന്നു. 64-ലെ ചട്ടം മറ്റനുബന്ധ ചട്ടങ്ങളും നമുക്ക് മറ്റ് ചട്ടങ്ങളിൽ പട്ടയം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 93 ചട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ഉപാധി വന്നിരിക്കുന്ന എല്ലാ ചട്ടങ്ങളിലും ഒറ്റ വാക്ക് കൃഷിക്കും വീടിനും എന്ന് പറഞ്ഞ് കൊടുത്ത ആ ഒരു പോയിന്റിൽ അതർ പർപ്പസ് എന്ന ഒറ്റ വാക്കിൽ കേവലം ഒരു അണ്ടർ സെക്രട്ടറിക്ക് തിരുത്താവുന്ന, നിയമസഭയിൽ വരണ്ടാത്ത ഒരു കാര്യമാണ് ചട്ടം. അതിജീവന പോരാട്ടവേദി സമരം തുടങ്ങിയ കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് ഇതിലിടപെട്ട കാലഘട്ടം മുതൽ നമ്മൾ ഈ ചർച്ച പലവട്ടം നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ അങ്ങ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ അതർ മാറ്റേഴ്സാണ്. അതിൽ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്ന വീടിനും അല്ലെങ്കിൽ താമസ സൗകര്യത്തിനും കൃഷിക്കും ഇതര ആവശ്യങ്ങൾക്കും എന്നൊന്ന് ചേർത്താൽ മാത്രം മതി. സംശയം ഞങ്ങൾക്ക് ഇപ്പോഴും തെളിയിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകരെ അടക്കമുള്ള ഒരു നിരയെ ഞങ്ങൾ ഇരുത്തിത്തരാം. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന പ്രാചീത്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഈ തവണത്തെ ഭേദഗതിയിൽ ഇതര ആവശ്യങ്ങൾ എന്നത് പരിഗണിച്ചിട്ടേ ഇല്ല? ഒരിക്കലും ഇല്ല. നമുക്കൊരു ഭാവിയിലേക്കുള്ള നിർമ്മിതി സംബന്ധിച്ച് പോലും ഇവരൊരു സൂചന പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഉപജീവന മാർഗത്തിന് ഇവർക്ക് അനുമതി കൊടുക്കേണ്ടതുണ്ട്, അത് അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവരുടെ പരിഗണന എന്നൊക്കെ പറഞ്ഞ ഒരു 10 വർഷമൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി കണക്ക്. അത് ഒരു വഴിക്ക് നിൽക്കുമ്പോൾ ഈ ഉപജീവന മാർഗത്തിന് വേണ്ടി കൊടുക്കുമെന്ന് പറയുന്നതിൽ വലിയ ആപത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉപജീവന മാർഗത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പെട്ടിക്കട താമസിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഉപജീവന അപ്പുറത്ത് ഉപജീവന മാർഗത്തിനായി മറ്റെന്തെങ്കിലും അനുവദിക്കും. അത് നിയമപ്രകാരം 69-ലെ ഷോപ്സ് ആൻഡ് എക്സാബ്ലിഷ്മെന്റ് ആക്ടിലാണ് അതിന്റെ ഒരു വിശദീകരണം കിടക്കുന്നത്. അത് പെറ്റി ഷോപ്പാണ്. അതാണ് 93-ലെ ചട്ടത്തിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ പെറ്റി ഷോപ്പിന്റെ പെട്ടിക്കട, നമ്മുടെ പെട്ടിക്കട. അപ്പോൾ ഇനി അത് തന്നെയാണെങ്കിലും നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ പോയി അനുമതി വാങ്ങിച്ച് ചെയ്യേണ്ട കർത്തവ്യം നമ്മുടെ ഭൂമിയിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തി വേണം ചെയ്യാനെന്നുള്ള ഒരു നിയമ പോയിന്റ് ചട്ടം നമുക്ക് മാറ്റിക്കളയാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേരിൽ തന്ന പട്ടയത്തിൽ നമുക്ക് ഒരു അവകാശവും ഇല്ല. വേണമെങ്കിൽ താമസിച്ചോ കൃഷി ചെയ്തോ. ഒരു പക്ഷെ കൃഷി ചെയ്യാനുള്ള അവകാശവും കാലക്രമേണ നഷ്ടപ്പെട്ടേക്കാം. അതെ. പിന്നെ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇവർ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇതുവരെ വീടിനും കൃഷിക്കും എന്നാണ് കേട്ടത്. വീടുകൾ നിയമവിരുദ്ധമാക്കി മാറ്റിയവർ. എന്നിട്ട് അത് ക്രമവൽക്കരിക്കണം
ക്രമം തെറ്റുന്നതാണല്ലോ, നിയമവിരുദ്ധമായതാണ് നമ്മൾ നിയമപരമാക്കുന്നത് ക്രമവൽക്കരിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നു. ക്രമം അപ്പൊ തെറ്റുന്നതാണ്. അപ്പൊ ലക്ഷക്കണക്കിന്, ഞങ്ങളുടെ കണക്കിനൊരു 50 ലക്ഷത്തിന്റെ എങ്കിലും വീടുകൾ വരും. കാരണം ഒത്തിരി വീടുകൾ ഈ ഭൂമിയിലാണ് കേരളത്തിൽ വരിക. ആ 90 നമുക്ക് കണക്കനുസരിച്ച് 98 ലക്ഷം വീടുകളാണ്. അല്ല, ഇത് ഇടുക്കിയിലേക്ക് മാത്രം ബാധകമല്ല. ഒരിക്കലും അല്ല. കേരളത്തില് ഇപ്പൊ 13 ചട്ടത്തിലാണ് ഇത് ബാധകമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചേക്കണം. അപ്പൊ ഈ കോടതി ഇത് ജില്ലയിൽ മൊത്തം, ഈ സംസ്ഥാനത്ത് മൊത്തം ബാധകമാണെന്ന് പറഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയിലെങ്കിലും ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാനുള്ള സൗകര്യം തരണമെന്നല്ലേ അല്ല, ഇവരിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പരിസ്ഥിതിവാദികളും മറ്റു ചില ഇതര കക്ഷികളും കോടതിയെ സമീപിച്ച് ഈ ചട്ടം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാ. ഒരിക്കലും കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആരും അങ്ങനെ ഹർജിയായിട്ട് പോയിട്ടില്ല. അതാണ് വസ്തുത. ഞങ്ങൾ തെളിവ് തരാം. നമ്മൾ വെറുതെ ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ പറഞ്ഞൊന്നും പിന്നോട്ട് പോകാറുമില്ല. ഇവർ ആരും ആവശ്യപ്പെട്ടതല്ല. ഈ ഗവൺമെന്റിന്റെ നിലപാട് ചോദിച്ചു ഒരു കേസിൽ ഹൈക്കോടതി. അവിടെ ഈ നിലപാട് രഞ്ജിത്തമ്പാൻ വഴി ഗവൺമെന്റ് പറഞ്ഞു, ഇങ്ങനെയുള്ള ഭൂമികളിൽ ഈ കൃഷി അല്ലാതെ മറ്റൊന്നും ചെയ്യൽ ഗവൺമെന്റ് നയമല്ല, ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഈ ചട്ടലംഘനം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിനെയാണ് കോടതി ഉത്തരവാക്കി കൊടുത്തത്. താമസിക്കാനും കൃഷി ചെയ്യാനും മാത്രം ഉപയോഗപ്പെടുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഒരു ജനപദം രൂപപ്പെടുക? അല്ല, നിയമം നിർമ്മിച്ചവർക്ക് അങ്ങനെ ലക്ഷ്യമില്ല. അവർക്ക് ഇത് ഇത് ഒരു നിയന്ത്രണത്തിന്റെ ഭാഗമായി വെച്ച വാചകമല്ല. നിയമത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭ ചർച്ച ചെയ്തപ്പോൾ അത് പറയണം, ഇവിടെ കൃഷിക്ക് നമ്മൾ ഈ ഭൂമി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ നിയമം ഉണ്ടാക്കുക അങ്ങനെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, നിയമത്തിൽ എവിടെയും പറയുന്നില്ല എങ്ങനെ ഒരു കൃഷി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 1940-കളിൽ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ, പിന്നെ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ, കേരളത്തിൽ ഈ ഹൈറേഞ്ച് കോളനൈസേഷൻ, ഒപ്പം തന്നെ ഗ്രോ ഫോർ മോർ ഫുഡ്സ്, ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ കുടിയേറ്റം അനുവദിച്ചത് നിയമവിധേയമാണല്ലോ, അങ്ങേക്കറിയാം. അപ്പോൾ ആ നിയമവിധേയമായി കുടിയേറിയ കാലത്ത് പോലും ഒരു റെസ്ട്രിക്ഷൻ ജനങ്ങളുടെ പേര് ഏർപ്പെടുത്തിയെന്നാണ് എൻ്റെ അറിവ്. അതായത് തന്നാണ്ട് കൃഷി മാത്രമേ ചെയ്യാവൂ എന്ന് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു അല്ലേ? അതിനുശേഷമാണ് ദീർഘകാല വിളവ് കൃഷി. ഈ കൊടുത്ത ഭൂമി ഓരോന്നിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് തിരിച്ചാണ് കൊടുത്തത്. ഏലമാണെങ്കിൽ ആ ഏലമേ പറ്റുള്ളൂ അവിടെ. കാരണം ഒന്ന്, സ്റ്റേറ്റ് ആ കാലത്തെ ഭരണകൂടങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുക ഈ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അവിടെ ഏലം നശിപ്പിച്ചിട്ട് മറ്റൊന്ന് ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികമായി സർക്കാരിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇനി വ്യവസായം ഇല്ലല്ലോ, കൃഷിക്കാരൻ്റെയും നിലനിൽപ്പ് കൃഷിയാണ്. കൃഷി ഒരു വ്യവസായമായി പരിഗണിച്ചുകൊണ്ടായിരുന്നു, അതല്ലേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനം ഇതാണ്, കൃഷിക്കാരന്റെ വരുമാനം ഇതാണ്. അക്കാലത്ത് കൃഷി മസ്റ്റാക്കിയതിന് പിന്നിൽ കൃത്യമായി ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിന്നീടുള്ള ഈ പുതിയ കാലത്ത്, ഇപ്പോൾ ആ കാലത്ത് കൊടുത്ത ഭൂമിയായി ഈ പറയുന്ന പട്ടയത്തിന് നമ്മൾ കാത്തിരിക്കുന്ന പല ഭൂമികളും ഈ 40 കാലത്തും 50 കാലത്തൊക്കെ കൈവശം വെച്ച ആളുകളുടെ ഭൂമിയാണ്. ഒരു 10% അല്ലാത്ത പുതിയ കാലത്തേക്ക് വരുള്ളൂ. അതായത് ഇപ്പോഴും പട്ടയത്തിന് കാത്തിരിക്കുന്നവർ. ഉറപ്പായിട്ടും. അപ്പൊ ആ കക്ഷികളുടെ ഭൂമി എങ്ങനെയാണ് 1957 രൂപീകരിച്ച ഗവൺമെന്റിൻ്റെതായത്? എൻ്റെ അപ്പൻ്റെ കൈവശം ഇരുന്ന ഭൂമി, അവൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമി, രാജഭരണത്തിൽ നിന്ന് ഒരു ഉപദ്രവം ഇല്ലായിരുന്ന ഭൂമി, ഇവരെങ്ങനെയാണ് അവരുടേതാക്കിയത് എന്നിട്ട് നമുക്ക് തരുന്നു എന്ന് പറയുന്നു? വലിയൊരു വൈരുദ്ധ്യമുണ്ട്. സർക്കാരുകൾ ഉണ്ടാവുന്നതിന് മുമ്പ്, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് കൈവശം വെച്ച ഭൂമിക്ക് പട്ടയം കൊടുത്തിട്ട് അവൻ 60 വർഷം കഴിഞ്ഞ് അവൻ നിയമവിരുദ്ധനാക്കി, അവന്റെ വീട് നിയമവിരുദ്ധമാക്കി. ലോക ചരിത്രത്തില് ഒരു നാട്ടിലുണ്ടാവില്ല ഇത്ര നെറുകേടുള്ള. ഈ ഭൂപ്രശ്നം എന്ന് പറയുന്നത് തന്നെ വളരെ സങ്കീർണമാണ്. ഇത് കുരുക്കഴിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കഴിയുന്നത്ര ജനങ്ങൾക്ക് അവർക്ക് കുരുക്കഴിച്ച് അവരെ സഹായിക്കുക എന്നാണല്ലോ സർക്കാരിൻ്റെ നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് കുരുക്കഴിക്കും തോറും വീണ്ടും കുരുക്ക് മുറുകുന്ന ഒരു സംവിധാനത്തിലേക്കാണെന്നാണ് ഇപ്പോൾ അങ്ങയുടെ സംഘടന പറയുന്നത്. കുരുക്കഴിക്കാൻ എവിടെ ശ്രമിച്ചു സർക്കാർ? ഞങ്ങൾ പറയുന്നു, ഞങ്ങളുമായിട്ട് ഒരു മണിക്കൂർ ഇരിക്കട്ടെ, കേരളത്തിലെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാനുള്ള നല്ല സൂപ്പർ ഫോർമുല, ഈ ജനതയുടെ സമാധാനം തിരിച്ചു കിട്ടും, ഗവൺമെന്റിന് വലിയൊരു എമൗണ്ട് ഖജനാവിലേക്ക് കിട്ടും. നിങ്ങൾ അരാഷ്ട്രീയ സംഘടനകളാണെന്നും നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നാണല്ലോ ആരോപണം. അല്ല, അവരെന്താണ് ഞങ്ങളെ പോലുള്ള ചെറിയൊരു സംഘത്തെ അവർ ഭയപ്പെടുന്നത്? എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി ഇത്ര മഹാസംഭവം, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, അവരുടെ പ്രബലന്മാരായ കേരളത്തിൽ 36,000 ബ്രാഞ്ച് CPM മാത്രമുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റികൾ. അതിന് ആനുപാതികമായി CPI അടക്കമുള്ള ഇതര കക്ഷികൾ നിൽക്കെ, രാജ്യത്തെ പ്രബല സംവിധാനങ്ങൾ നിൽക്കെ എന്താണ് അവർ ഞങ്ങൾ ഭയപ്പെടുന്നത്? അപ്പൊ അവരെന്തോ ഒളിക്കുന്നില്ലേ? അവർ നുണ പറയുന്നുണ്ട്, അവർ ഒളിക്കുന്നുണ്ട്, ഈ ജനതയിൽ നിന്ന് എന്തോ കൊള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 7/6/2024 വരെ ഉം. ഉള്ള പണി പൂർത്തിയായ കെട്ടിടങ്ങൾ, അതായത് പട്ടയ ഭൂമിയിൽ പണി പൂർത്തിയായ എല്ലാ രേഖകളുമുള്ള കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങൾ ഏതെങ്കിലും രേഖ കുറവുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിച്ച് കൊടുക്കാമെന്നാണല്ലോ ഇപ്പൊ പുതിയ നയം. അല്ല, രേഖ കുറവുണ്ട് ക്രമവൽക്കരിക്കാന്ന് പറഞ്ഞിട്ടില്ല. അല്ല. നമുക്ക് 3000 വരെയുള്ള നിർമ്മിതികളെ ഒരു അപേക്ഷാ ഫീസും ഒരു 50 രൂപ പത്രത്തിലുള്ള സത്യവാങ്മൂലം എന്നാന്ന് ഓർക്കണം. ഞാൻ ഈ രാജ്യത്തെ നിയമം ലംഘിച്ചിരിക്കുന്നു, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അഫിഡവിറ്റ് കൊടുക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് പട്ടയഭൂമിയിലും സർക്കാർ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർമിറ്റോട് കൂടി ആയിരിക്കുമല്ലോ ഇത് പണിതിരിക്കുന്നത്. അല്ല, അത് ഹാജരാക്കണം. ഞാൻ അതാ പറഞ്ഞേ, ഈ പേപ്പർ ഇല്ലാന്ന് പറഞ്ഞാൽ 6ഓളം രേഖകളുള്ളവർക്കേ ക്രമവൽക്കരിച്ചു കൊടുക്കൂ. അതിൽ ഈ കെട്ടിടത്തിന്റെ ഇത് വേണം, കെട്ടിട ടാക്സ് അടച്ച പേപ്പർ വേണം, ഭൂമിയുടെ പേപ്പർ വേണം, ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുത്ത എഞ്ചിനീയറിംഗ് പ്ലാൻ വേണം, അവിടെ നിന്ന് കിട്ടിയ അപ്രൂവൽ രേഖ വേണം, അങ്ങനെ തുടങ്ങി നമുക്ക് പട്ടയത്തിന്റെ ഒറിജിനൽ കോപ്പി വേണം, ഒറിജിനൽ കോപ്പി പട്ടയത്തിന്റെ വേണം, തുടങ്ങി 6ഓളം രേഖകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് ഈ 90-ാം ദിവസം ഈ 50 രൂപയുടെ ഇതും ചെയ്ത്. ഇത്രയും രേഖ കിട്ടില്ല. കാരണം ഈ 2007 ശേഷമാണ് പഞ്ചായത്ത് പ്രദേശത്ത് നമ്മൾ ഈ പ്ലാനും പദ്ധതിയും പഞ്ചായത്തിന് കൊടുക്കുക, അപ്രൂവൽ വാങ്ങിക്കാനുള്ള സിസ്റ്റം ഓപ്പറേഷൻ വന്നേക്കണത്. അതുവരെ ഇത് ചട്ടം നടപ്പാക്കിയിട്ടില്ല. ഈ അഫിഡവിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിയമം ലംഘിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത് സാധ്യമാക്കി തരണം എന്നും പറഞ്ഞാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, കേരള സർക്കാരിന്റെ നിയമം ലംഘിച്ചുകൊണ്ട്. അത് ഗവൺമെന്റ് നിങ്ങൾക്ക് 3000 വരെ ഉള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ വീടിനും കൊടുക്കുക. നിങ്ങൾക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്. ആ 1 ഏക്കർ ഭൂമിയിൽ ഞാൻ വീട് വെച്ചത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ മേലാൽ നിങ്ങൾ ആ ഭൂമി കൃഷിക്കല്ലാതെ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്നൊരു എഗ്രിമെന്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ഒരാൾക്ക് 1 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നിരിക്കുക, അയാൾ അത് 3 പോർഷനോ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു, വിറ്റിട്ടുണ്ട്. ആ വിറ്റവരും വാങ്ങിയവരൊക്കെ പ്രശ്നമാവുമോ? അത് നിയമവിരുദ്ധമായി. അതായത് വിറ്റതിനല്ല, വിറ്റത് കൃഷിക്കാണെങ്കിൽ നിയമവിരുദ്ധമാവില്ല, അത് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമാണ്. അത് വീട് വെക്കാനാണല്ലോ ഇപ്പൊ നമ്മുടെ പ്രദേശങ്ങളൊക്കെ ഈ പ്ലോട്ടുകൾ പോകുന്നത്, ഒന്നുകിൽ വീട്, അല്ലെങ്കിൽ ഇപ്പൊ 10 സെന്റുകാരനൊക്കെ വന്ന് വാങ്ങുന്നത് അവനൊരു വീട് വെക്കാനാണല്ലോ. സാറിന് പട്ടയം ഇവരുടെ വാദം, ഞാൻ പറഞ്ഞ നിയമത്തെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അങ്ങനെയാണ് നമ്മുടെ നിയമം എല്ലാം. ഇപ്പൊ ഈ വന്നേക്കുന്ന നിയമം നമുക്ക് എങ്ങോട്ടും ഉണ്ടാവാതിരിക്കും, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. അത് ഈ ഗവൺമെന്റിന്റെ താല്പര്യം എന്താണെന്നുള്ളതാണ്. ഇപ്പൊ 100 വർഷം പഴക്കമുള്ള റോഡ് വനമാണെന്ന് പറയാൻ ഗവൺമെന്റ് ബുദ്ധിമുട്ടില്ല പറയാം. എന്ന് വെച്ചാൽ ഈ വീട് 1 ഏക്കർ കൃഷി സ്ഥലം സർക്കാർ പട്ടയം നൽകിയപ്പോൾ സാറിന് തന്നപ്പോൾ സാറിന് വീട് വെക്കാനാണ് വന്നേക്കണം. അല്ല നാട്ടിലുള്ള എല്ലാവർക്കും വീട് വെക്കാൻ വിതരണം ചെയ്യാനല്ല സാറിനെ ഏൽപ്പിച്ചേക്കണം. എന്റെ മക്കളായിട്ടുണ്ടെങ്കിലോ? മക്കൾക്ക് കൊടുക്കാം. നിയമവിധേയം അല്ലെന്നാ ഇപ്പൊ വരുന്നത്. എല്ലാവരും ചെയ്യണമെന്നാണ് പറയണത്. ഇപ്പൊ ഇടുക്കി ജില്ല മാത്രം ഇപ്പൊ എന്താ CPM ഒരു രേഖ ഇറക്കിയിട്ടുണ്ട്, 3 ലക്ഷം പേര് ക്രമവൽക്കരിച്ചാൽ മതി, പൈസ മുടക്കണ്ട. സാറ് ഞാൻ ഒരു കാര്യം പറയാം, ഇവർ ഈ പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്ത് ഇതിന്റെ നടപടികളും പൂർത്തിയാകുമ്പോൾ ഒരാൾക്ക് വലിയ നാളത്തെ പരിശ്രമം വേണ്ടി വരും. മറ്റൊന്ന്, റവന്യൂ വകുപ്പ് തന്നെ സ്റ്റക്കായിപ്പോയി. 2018 ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാ. 5 ലക്ഷം അപേക്ഷ ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. 50 കൊല്ലം കൊണ്ട് ഈ പ്രോസസ്സ് തീരില്ല. അപ്പൊ ഇവർക്ക് അത് തീരരുത്. കാലാകാലം ഒരു കറവ പശുവായി ഭൂമി ഒരു കച്ചവട ഇനമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ മുഴുവൻ ഫണ്ടിങ്ങും ഇതിൽ നിന്ന് കണ്ടെത്തി വലിയൊരു പ്രതികരണ മേഖലയിൽ നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് ഇതൊരു ആഘോഷമാക്കി കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചില്ല, വലിയൊരു പ്രതികരണം ആ മേഖലയിൽ നിന്നുണ്ടാവാത്തത് കൊണ്ട് എന്ന്. അത് അടിവരയിടേണ്ടതാണ്. ഇത് ഈ തരത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി, സാധാരണ ജനങ്ങൾ പ്രതികരിക്കാത്ത ഒരു പക്ഷേ അവരെ പ്രത്യക്ഷമായി ഇത് വന്ന് ഇപ്പോൾ ബാധിക്കാത്തതുകൊണ്ടാവാം, പരോക്ഷമായി ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അനധിവിദൂര ഭാവിയിൽ അവരെ സാധ്യതയുണ്ട്. അത് അവർ കാണുന്നില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉള്ള, എന്നാൽ ഇതിനെക്കുറിച്ച് നന്നായി ബോധ്യപ്പെടേണ്ട മറ്റ് രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ ഈ നാട്ടിൽ. അത് തന്നെയാണ് ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലേ? ഇത്ര ഭീകരമായ ഒരു ഇതിന്റെ ആഘാത പ്രത്യാഘാതമൊക്കെ ഇതൊന്നും അല്ല സാർ. ഇതിനകത്ത് കഴിഞ്ഞ മാസം സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി കൂടിയപ്പോൾ ഈ ഭൂമി കൃഷിഭൂമിയായി മാറിയിരിക്കുകയാണെന്നും ഈ ഈട് വെച്ചുള്ള ലോണുകൾ കൊടുക്കൽ സുരക്ഷിതമല്ലെന്നുള്ള ചർച്ചയുണ്ടായപ്പോൾ ഈ ചട്ടം ഭേദഗതി ചെയ്യുകയാണ്, അതിലൂടെ പരിഹരിക്കുമെന്നാണ് ഗവൺമെന്റ് പ്രതിനിധി അതിൻ്റെ ഉറപ്പ് കൊടുത്തേക്കുന്നത്. അത് ഇപ്പൊ പാലിക്കപ്പെട്ടിട്ടില്ല.
അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ പട്ടയം അല്ലേ ബാങ്കിൽ ഇരിക്കുന്നത്, അതെ ലോൺ അതെ എടുത്തിരിക്കുന്നത്. അതെ അത് അതിനൊക്കെ ഗുരുതരമായ ബാധിക്കില്ല. വലിയ പ്രതിസന്ധിയാണ്. നമുക്കിപ്പോൾ ഓടി എടുത്തേക്കണം, വ്യാപാരികൾ മൊത്തം ഓടി എടുത്തിരിക്കുന്ന ഈ ഭൂമി വെച്ചാൽ ഈ വാല്യൂ ഇല്ലാത്ത ഭൂമി ഇനി അഡീഷണൽ ഇത് കൊടുക്കാതെ ഒരു പുതുക്കി കൊടുക്കില്ല. അതുപോലെ തന്നെ അതുപോലെ വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ അങ്ങനെ എന്തെല്ലാം. അതെ അതെ പിന്നെ ഈ നിസ്സാരവൽക്കരിച്ച് എത്രയോ ഭീകരമായ ഒരു കാര്യത്തെ എത്രയോ നിസ്സാരവൽക്കരിച്ചാണ് പറയണത്. ഇതിങ്ങനെയാണെന്ന് കേൾക്കാൻ അറിയുന്ന ആളുകൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഏക സംഘടന ജീവനപ്പോരാട്ട വേദിയാണ്. കാരണം ഇത് ആദ്യം മുതലേ ഇതിന്റെ ചരിത്രപരവും എല്ലാം കൈകാര്യം ചെയ്തേക്കണം അല്ല, ഞങ്ങളാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ കട്ടപ്പനയിൽ ചേരുകയും അവരതിശക്തമായി രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു അതിജീവന പോരാട്ട വേദിയിൽ ഇവിടെ ഒരു ശബ്ദമില്ല. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരേണ്ടത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ലല്ലോ, സംസ്ഥാനത്ത് ഇപ്പൊ 60% ബാധിക്കുന്ന പത്തനംതിട്ട അറിഞ്ഞിട്ട് പോലുമില്ല അല്ലേ? അതിജീവന പോരാട്ട വേദിയിൽ ഒരു സാന്നിധ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി സംസ്ഥാന ലെവലിൽ ഈ വിഷയം ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കണം. എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ല, ജില്ല ഏറ്റെടുക്കുന്നതിനെ നമുക്ക് തള്ളിക്കളയാനാവും. തള്ളില്ല, ആരെയും തള്ളുന്നില്ല. ആര് വന്നാലും നമ്മൾ സ്വാഗതം ചെയ്യും. ഏത് ഇപ്പൊ ആം ആദ്മി രംഗത്ത് വരുന്നുണ്ട് ശനിയാഴ്ച. കെട്ടിട ഉടമകൾ കഴിഞ്ഞ ദിവസം ഒരു കട്ടപ്പനയില് അവരുടെ ഒരു സംഘടന ഒരു പ്രോഗ്രാം വെച്ച് ഞാനാണ് അതിന്റെ ഉദ്ഘാടകനായിട്ട് പോയത്. ഇത് പതുക്കെ ആണെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുമോ ഈ ചട്ടഭേദഗതിയിലെ? ഇതിപ്പോ കർശനമായി നടപ്പാക്കിയാൽ ഈ മാർച്ചോടുകൂടി എല്ലാ ആളുകളുടെയും കാര്യം തീരുമാനമായിക്കോളൂ. നടപ്പാക്കാൻ ഇവരൊളിക്കും. ഇപ്പൊ തന്നെ ഒരു ചട്ടം മന്ത്രിസഭ പാസ്സാക്കിയിട്ട് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടേക്കാം. പിന്നെ ഈ ഗവൺമെന്റ് വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഗവൺമെന്റ് ഇതൊരു സമ്മാനമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അല്ല, നമുക്ക് ഭൂമിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല എന്നും നിങ്ങളുടെ കെട്ടിടം എല്ലാം പോയി നഷ്ടപ്പെട്ടു പോയതാണെന്നും അത് പിടിച്ചെടുക്കാനാണല്ലോ ആദ്യ ഉത്തരവ് കിടക്കണേ. അത്ര നിങ്ങളുടേതല്ലാത്ത ഒന്നിനെ ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ചെറിയ ഫീസും പിഴയൊക്കെ തന്നുകൊണ്ട് ഞങ്ങളങ്ങ് തരുകയാണ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, വിചിത്രമായ വിശദീകരണം. അങ്ങനെ ഫീസും പിഴയൊക്കെ ഒടുക്കി ആയാലും ഇവന്റെ സ്വന്തം എന്ന് പറയാനാകുമോ? ഇല്ല, കെട്ടിടം ക്രമീകരിച്ചിട്ടുള്ളൂ. ഭൂമി തരം മാറ്റി കിട്ടണം. ഇപ്പൊ കൃഷിക്കാന്ന് ഗവൺമെന്റ് വാദം നമ്മളും അംഗീകരിക്കുന്നു. കാരണം ഗവൺമെന്റ് അങ്ങനെ അടിയുറച്ചൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം അതിന്റെ അതോറിറ്റി ഗവൺമെന്റാ. ഞങ്ങളുടെ ഉദ്ദേശം കൃഷിയാന്ന് പറയുന്നു. ആ ഭൂമിയിൽ എനിക്ക് മാറ്റം തരുമ്പോൾ അതിന്റെ തരമാണ് മാറേണ്ടത്. അല്ല, എൻ്റെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് അതിന്റെ ലൈസൻസ് എടുത്ത് അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് കാലാകാലം ടാക്സ് കൊടുത്ത്, മറ്റേ ടാക്സ് വീടിന്റെ ടാക്സ് എല്ലാവർക്കുള്ളത് 10 ഇരട്ടി ടാക്സ് കൊടുക്കണം. എല്ലാം 10 ഇരട്ടിയാണ്. അങ്ങനെ നൽകിപ്പോരുന്ന ഒരു സ്ഥാപനത്തെ ക്രമവൽക്കരിക്കലല്ല വേണ്ടത്. ആ ഭൂമിയാണ് തെറ്റ് ചെയ്തേക്കണത്. ആകേണ്ട ഭൂമിയിലെ ഒരു ചട്ടമാണ് ലംഘിച്ചേക്കണേ. അത് തരം മാറ്റി കൊടുക്കണം. ബോധപൂർവം അത് ചെയ്യാതെ ക്രമവൽക്കരിക്കുന്നു. ഇനി മറ്റൊരു പ്രശ്നം ഞാൻ സാറിനോട് പറയാം. എനിക്ക് 50 സെന്റ് ഭൂമിയിൽ ഞാനൊരു 500 സ്ക്വയർ ഫീറ്റിന്റെ ചായക്കട വെച്ചിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ ഈ ചായക്കട വേണമെങ്കിൽ എനിക്ക് 10 സെന്റ് ആക്കി ഒരു ഹോട്ടലാക്കി. അല്ല, ഈ 500 എന്നുള്ളത് എനിക്കൊരു ഹോട്ടലാക്കണം. ക്രമവൽക്കരിച്ച 500 സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പറ്റില്ല. ആ തരം പിന്നെ മാറ്റാൻ പറ്റില്ല. ഈ 500 അത് അങ്ങനെ തന്നെ മസ്റ്റാ പറഞ്ഞേക്കണേ. മറ്റ് രൂപമാറ്റം വരുത്താനോ മറ്റൊരു അജണ്ടയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും ഈ കെട്ടിടത്തിൽ അധികാരമില്ല. അപ്പോ അതെന്ത് നിയമം സാർ? അതെന്ന് ചോദിച്ചു, ഇവർക്ക് എന്ത് പറ്റി? ഇപ്പൊ ഇവിടുത്തെ മുൻ MP ഞങ്ങള് റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയിലിരുന്ന പുള്ളി പറഞ്ഞു, കുറ്റമറ്റ, ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു പമ്പര വിഡ്ഢിത്തം പറഞ്ഞാൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ജനാധിപത്യ രാജ്യത്തൊന്നുമില്ല. എല്ലാം ചോദ്യം ചെയ്യപ്പെടാം. പട്ടണ സ്ഥലത്തൊക്കെ ശരിയാണ്, കാരണം ആൾ തല വെട്ടിക്കളയും. അപ്പൊ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത സമഗ്രമായ പഠന ഗവേഷണങ്ങൾക്ക് ശേഷം പുറത്തിറക്കാനാണ് ഈ വൈകുന്നത്. 9 വർഷം എടുത്തു. 9 വർഷം കേവലം ഒരു സെക്ഷനിലെ ഒരു ചട്ടത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ. ഇന്നലെ പുതിയ പ്രതികരണം കേട്ടുവോ? ഏതാ അദ്ദേഹത്തിന് കാണാനില്ല. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾ വിചാരിച്ച അവരെല്ലാവരും കൂടി നമുക്ക് നല്ലൊരു സാധനം എന്നേക്കുമായി പരിഹരിക്കാവുന്ന. ഇനി മറ്റൊരു കാര്യം ഇവർ പറഞ്ഞ എന്താ, ഇടുക്കി ജില്ല അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമുള്ള മാഗ്ന കാർട്ട ദേ വരുന്നു. എത്രയോ പാവങ്ങളാണ് നിരാശരായെന്നറിയാവോ? കാരണം പണ്ടാരപ്പാട്ട പട്ടയം എന്ന് പറയുന്ന ഇവർ ഏലപ്പട്ടയാക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ പള്ളിവാസലടക്കം രാജാക്കാട് രാജകുമാരി അടക്കമുള്ള ഫുൾ പ്രദേശത്ത് 3000-ഓളം ലൈഫ് പദ്ധതിക്കാർ കാത്ത് നോക്കിയിരിക്കുക. ഇത് വന്നിട്ട് വേണം അവർക്ക് വീട് വയ്ക്കാൻ. അവർക്ക് സ്വപ്നം കൊടുത്തേക്കുവാ. ഈ നിയമത്തിൽ അത് വരുമോ? വന്നിട്ടില്ല, ഒരിക്കലും വരില്ല. ഇതൊന്നല്ല സാറേ. ഇനി പട്ടയം കിട്ടുന്നവർ ഈ നിയമത്തിലേ ഇല്ല. ക്രമവൽക്കരിക്കാനും പറ്റില്ല, അവർക്ക് പണിയാനും പറ്റില്ല.
ഉപജീവനവും ഇല്ല. ഇനി പട്ടയം കിട്ടുന്നു ഇല്ല. ഈ നിയമം കാരണം ഇത് 24 വരെ ഇല്ല, അതും 24 വരെ ഇല്ല. 23 നിയമം പാസ്സാക്കി ആ ടൈം വരെ ഇത് അനുവദിച്ചിട്ടുള്ളൂ. ഭാവി പട്ടയക്കാർക്ക് ഇത് ബാധകമല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം കേട്ടെ, ഈ ഫലത്തിൽ ഈ ചട്ട ഭേദഗതി കൊണ്ട് ഇപ്പോൾ നടക്കുന്നത് ഫീസ് അടച്ചോ പിഴ അടച്ചോ ക്രമവൽക്കരിക്കാം എന്നതിനപ്പുറത്ത് യാതൊന്നുമില്ല. ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഈ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചോ, സാറിപ്പോൾ സമ്മതമാണ് ഇത്ര പൈസ അടയ്ക്കാൻ, എത്ര കാലം കൊണ്ട് ഇവർക്ക് ചെയ്തു തരാൻ പറ്റും? 2018 നിലം ക്രമവൽക്കരണം തുടങ്ങിയതാണ്. എവിടെ എത്തി നിൽക്കുന്നു? ഇനിയും 50 വർഷം വേണം. അപ്പോൾ ആ ക്യൂവിൽ ബാക്കിൽ നിൽക്കുന്ന പാവപ്പെട്ടവരാ. വമ്പന്മാർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് സെക്കൻഡ് വെച്ച് മാറും. സാധാരണക്കാർ ഇത് ക്രമവൽക്കരിച്ച് വരുമ്പോൾ ഇതിനാവശ്യമായ രേഖകൾ 6 രേഖ എന്ന് പറഞ്ഞാൽ 6 രേഖ ഉണ്ടാക്കണമല്ലോ. ആ 6 രേഖ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്ത് ഇത് പരിഹരിച്ചു വരാതെ ഇനി വീടിന് ലോൺ എടുക്കാൻ പറ്റില്ല. കാരണം വീടിന്റെ ബാങ്ക് നിയമവിരുദ്ധ വീടായി, അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല ലോൺ എടുക്കാൻ. അപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ എത്ര ലക്ഷം ജനതയെയാണ് റൂട്ടിലേക്ക് ഇറക്കി ഈ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്? ഇതൊരു ഭീകര സംഘമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഫാസിസ്റ്റ് മനോഭാവമുള്ള ഒരു സംഘമായി നമ്മുടെ രാഷ്ട്രീയം മാറിയോ? ഇതിൽ നിന്ന് എന്താണ് മോചനം വരുന്നത്? ഈ കോടതിയുടെ ഇടപെടലാണ് ഇത്തരം കാര്യങ്ങളെ വഷളാക്കിയത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ടോ ആരെങ്കിലും? അയ്യോ, ഭയങ്കരമായിട്ട്. ഇവർ പറയുന്നു നമ്മൾ രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ പോയെന്ന്. ഇവർ സുപ്രീം കോടതി പോയത് എന്തെന്ന് പറഞ്ഞാൽ അറിയാം, ഈ നിയമം ഇടുക്കിയിൽ മാത്രം നിലനിർത്തണം, ഇടുക്കിയിൽ കൃഷിയല്ലാതെ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല, അത് ഗവൺമെന്റ് പോളിസിയാണ്. എന്നാൽ ഈ നിയമത്തിന്റെ ബാക്കി വരുന്ന മേഖലയിൽ ഇത് പ്രയോഗിച്ചാൽ സാമൂഹിക പ്രത്യാഘാതമുണ്ട്, അതുകൊണ്ട് ഗവൺമെന്റിനെ ഇടുക്കിയിൽ മാത്രം ഇന്ന് അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കണമെന്ന മാരകമായ വാദം ഉന്നയിച്ചേക്കണത്. ഡിവിഷൻ ബെഞ്ചില് അതേ വാദം ഉന്നയിച്ച രക്ഷിക്കാൻ പോയതല്ല. ഇവരിപ്പോൾ പറയുന്നു ഞങ്ങൾ സുപ്രീം കോടതി പോയില്ലേ, ഡിവിഷൻ ബെഞ്ചിൽ പോയില്ലേ, ഞങ്ങൾ വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ 6 വേദി ഇട്ടു, ഫുൾ രേഖയായിട്ട് ഞങ്ങൾ വരാം. രഞ്ജിത്ത് അമ്പാൻ എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് ആളുണ്ടാക്കിയ 2010 വിഷയം എടുത്തു. ആ കോടതിയിൽ നിങ്ങളൊരു വാക്ക് കാണിച്ചു തരാമോ? ചട്ടപ്രശ്നം. അവിടെ 6 തോട് പുറമ്പോക്ക് തുടങ്ങിയ കാര്യങ്ങൾ നിർമ്മാണം നടക്കുന്നു. അത് തടയണമെന്നല്ല, പുറമ്പോക്ക് ഭൂമിയുടെ നിർമ്മാണം തടയാനാണ് കക്ഷികൾ ഹർജി കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ 2010 നിന്ന് നമ്മൾ 2019 എത്തുമ്പോഴേക്കും 2019 നിയമനിർമ്മാണമാണല്ലോ ചില പ്രശ്നങ്ങൾ വീണ്ടും. 2019 റവന്യൂ വകുപ്പ് ഇറക്കിയ 269/2019 എന്ന് പറയുന്ന ഒരു ഉത്തരവ് സാമൂഹിക വിരുദ്ധമായ ഉത്തരവായി ഇറക്കിയത്. അതിലാണ് പ്രശ്നം. 2010 ഇവിടെ NOC വേണമെന്ന് പറഞ്ഞാൽ എന്തിനാ? പുറമ്പോക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കൈയേറിയിട്ടുണ്ടോ, പുഴയുടെ തീരം അത്രേ ഉള്ളൂ. അല്ല പട്ടയത്തിലെ ചട്ടം ഒന്നും നോക്കിയല്ല കോടതി വിധിച്ചേക്കണത്. അപ്പൊ അവിടെ മുതൽ നുണ തുടങ്ങുന്നു. നമ്മുടെ റവന്യൂ മന്ത്രി എത്ര ഭംഗിയായിട്ടാണെന്നറിയോ, ഞാൻ ആണയിട്ട് പറയുന്നു, ഏത് വേദിയിലും കേരളത്തിലെ ഏത് വേദിയിലും ഞങ്ങളുടെ രേഖയായിട്ട് വരാം, നമുക്ക് ഓപ്പൺ തർക്കമൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു പരിശോധനയ്ക്ക് ഇവർ തയ്യാറുണ്ടോ? എവിടെയും ഞങ്ങൾ വരാം, ആര് വിളിച്ചാലും വരാം. ഇനി നിയമവിദഗ്ധരെ ഞങ്ങൾ അണിനിരത്താം, അവർ അണിനിരത്തിക്കോട്ടെ. ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി സ്ഥാപിച്ചു തരാം, ഈ ജനതയെ രക്ഷിക്കുമെങ്കിൽ. അങ്ങനെ അറിയാലോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൽ പല പ്രമേയങ്ങളും ഈ സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ട്. പോലീസ് നയത്തെ ചിലപ്പോൾ അനുകൂലിക്കുന്നു, ചിലപ്പോൾ പ്രതികൂലിക്കുന്നു. അതിൻ്റെ ചർച്ചാവേദികൾ പലപ്പോഴും ഗവൺമെൻറ്റിനെതിരെ ഖണ്ഡന വിമർശനം പോലും ഉണ്ട്. പക്ഷേ ഒരു വിമർശനം പോലും ഭൂമിയുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് വന്നതായിട്ട് ഞാൻ കേൾക്കുന്നില്ല, വായിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റും ഈ മന്ത്രി എന്ന് പറയുന്ന ഗവൺമെൻറ് ഭാഗം തന്നെയാണ്. പക്ഷെ ഈ മന്ത്രി ഇതിൻ്റെ മുഖ്യധാര ആശയങ്ങളുമായിട്ട് യോജിച്ചു പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, നേതാക്കൾക്ക് അങ്ങനെ ഗവൺമെന്റ് പോളിസികളെ എതിർക്കാൻ പറ്റാത്ത ചില ഗതികേട് സാമ്പത്തികരത്വം ഉണ്ടായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്ന വലിയൊരു ഫണ്ടിങ്. ഇപ്പോൾ എനിക്കൊരു ക്രമവൽക്കരണം ആവശ്യമുണ്ട്, ഞാൻ ആരെയെ സമീപിക്കുക? ലോക്കൽ നേതാക്കളെ. അത് കുറച്ചുകൂടി സങ്കീർണമാണെന്ന് വരുത്തി തീർത്താൽ എനിക്ക് മേളിലേക്ക് പോകേണ്ടി വരും. ഈ ഫണ്ടൊക്കെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് മുതൽ താഴെ പ്യൂൺ വരെയുള്ളവർ ഇത് ഫണ്ടിൻ്റെ ആൾക്കാരായി. ഒരു മനസാക്ഷിയും ഒരു സാമൂഹിക ബോധവും ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു കെട്ടകാലത്തിൽ ജീവിക്കുന്നതിൻ്റെ വലിയൊരു അസ്വസ്ഥതയിലാണ് ഞാനൊക്കെ. ഈ 2 തരത്തിലുള്ള ഗുണഭോക്താക്കളാണ് ഇപ്പോൾ അങ്ങയുടെ സൂചന പ്രകാരം എനിക്ക് കിട്ടുന്നത്. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടത്തി കൊടുക്കാനിരിക്കുന്നവർ, മറ്റൊന്ന് ഇത് നടത്തി കിട്ടുന്നവർ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു ഭാഗത്ത് നടത്തി കൊടുക്കേണ്ടവരുടെ ഏത് രീതിയിലുള്ള ഗുണപരമായ കാര്യങ്ങളാണ് അവർക്ക് എന്ന് അല്ല എൻ്റെ പ്രശ്നം. ഇതിപ്പോൾ നടത്തി കിട്ടുന്നവരുണ്ടല്ലോ, അവരെങ്ങനെയുള്ള ഉപഭോക്താക്കളാണ്?
ക്രമവൽക്കരിച്ച് കിട്ടുന്നവർ. തീർച്ചയായിട്ടും വൻകിട കക്ഷികൾക്ക് എപ്പോഴും ഒരു പരിഗണനയുണ്ട്. ഇപ്പൊ സാറ് ഇതുവരെ ക്രമവൽക്കരിച്ച ഈ തരം മാറ്റിയ ഭൂമിയുടെ കണക്കെടുത്തു, ഒരു സാധാരണക്കാരന്റെ അപൂർവ ആൾക്കാരെ എടുത്തപ്പെട്ടിട്ടുണ്ടാവുള്ളൂ, ബാക്കി എല്ലാം ക്യൂവിലാണ്. അപ്പോൾ അതിനകത്ത് ഇവർക്ക് ഓഫർ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം അവൻ ഒരു ഒട്ടേറെ തവണ മെനക്കെടാൻ അവൻ തയ്യാറല്ല, അവൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കൊട്ടേഷൻ, നമ്മൾ കാസർഗോഡ് മുതൽ നിങ്ങൾ വണ്ടി എടുത്ത് കേരളം മൊത്തം സന്ദർശിച്ചു, തരം മാറ്റാൻ സഹായിക്കും എന്ന് പറഞ്ഞ ബോർഡ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് റവന്യൂ വകുപ്പിന്റെ ഭൂമി തരം മാറ്റുന്നതിന് സഹായിക്കുമെന്ന് ആര് പറയുന്നു? നമ്മുടെ കുഗ്രാമ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു 4 ബോർഡ് കാണാം, 1 കിലോമീറ്റർ സഞ്ചരിക്കും. ഇനി പൊങ്ങാൻ പോകുന്ന ബോർഡ് ക്രമവൽക്കരണത്തിന് ആ സ്ഥാനത്ത് ക്രമവൽക്കരിക്കാൻ വിളിക്കുക, ഈ നമ്പറിൽ വിളിക്കുക. അപ്പൊ തൊഴിലുണ്ടാക്കുന്നതും ഇവിടെ ഒരു സാമ്പത്തിക ഓണം ഉണ്ടാക്കുന്നതും എല്ലാം സാറിന്റെ പോക്കറ്റ് അടിച്ച് കൊണ്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റിലേക്കാണ് ഈ ഈ ഭരണകൂടം എത്തപ്പെട്ടിരിക്കുന്നത്. ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു തിന്നുന്ന ഒരു അതിബുദ്ധിയിലാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ജോലിഭാരം വരുന്നത് റവന്യൂവിനാണോ പഞ്ചായത്തിനാണോ? എല്ലാവർക്കും വരും. കാരണം ഈ പഞ്ചായത്ത് ഇവരാവശ്യപ്പെട്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലാനും പദ്ധതിയും ഒക്കെ കൊടുത്തതിന്റെ ഒരു എഞ്ചിനീയറിംഗ് പ്ലാന് കൊടുത്തിട്ടുണ്ടാവണം പെർമിറ്റിന് വേണ്ടി. അത് വേണമെന്ന് നിയമത്തിൽ പറയുന്നു. അതില്ല എന്നുള്ള സത്യം. 2007 വരെ അങ്ങനെ സാധനം ആർക്കും ഇല്ല. അപ്പൊ അവന് ക്രമവൽക്കരണം നടക്കൂല. ഇനി ഇത് അനുവദിച്ചുകൊണ്ടുള്ള ഇവരുടെ ഇതുണ്ടാവണം പഞ്ചായത്തിന്റെ, അതും ഇല്ല. കഴിഞ്ഞ കുറെ കാലത്തിനുള്ളിലാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടായത്. അതനുസരിച്ച് പോയവർക്ക് മാത്രമേ ഇനി നടക്കൂ. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ പേപ്പറില്ലല്ലോ, നിയമം ഇപ്പൊ എഴുതി വെച്ചു ഇത് വേണമെന്ന്. ഇല്ലെങ്കിൽ വേണ്ടെന്നല്ല, ഇത് ഇല്ലല്ലോ. 2007 വരെ കേരളത്തിൽ നിർമ്മിച്ച വീടുകളിൽ കോർപ്പറേഷൻ മേഖല ഒഴിച്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ മേഖല ഒഴിച്ച് ബാക്കി ആർക്കും വീടിന് ഒരു രേഖയില്ല. പഞ്ചായത്തുകാർ വരുന്നു, സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലല്ല ഇട്ടേക്കണേ. അല്ല, പിന്നീട് അവർ അളന്ന ഒരു സ്ക്വയർ ഫീറ്റ് അതുണ്ട്. അത് 2010 കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അന്ന് സ്ക്വയർ ഫീറ്റിനല്ല ഈ നികുതി നിശ്ചയിക്കുന്നത്. ഒരു 50,000 രൂപ വന്നാൽ ഇത്ര രൂപ ഈ വീടിന് എത്ര മുടക്കു വന്നു ഈ വന്ന ഉദ്യോഗസ്ഥൻ നോക്കുന്നു, അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അവൻ തുക ഇടുന്നു. അവൻ ആ വീടിന്റെ മുന്നിൽ നിന്ന് ഒരു വിഹക വീക്ഷണം നടത്തി കൊട്ടക്കണക്ക്. അപ്പൊ ആ കക്ഷികളോടാണ് പുതിയ നിയമത്തിൽ പറയണത്, നിങ്ങൾ ഇത്രയും രേഖ അപ്ലോഡ് ചെയ്യുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഈ പത്രം എടുക്കാന്നാ പറയണത്. ഈ പത്രം കിട്ടാൻ ഇവിടെ എത്ര പേര് വിഷമിക്കേണ്ടതറിയാം. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. കാരണം നമ്മുടെ സിസ്റ്റം ഒന്നും അത്രയൊന്നും ആധുനികമായിട്ടില്ല. ഈ പത്രം അത്ര എളുപ്പമല്ല. കാരണം ആളുകൾ നെട്ടോട്ട് ഓടുന്ന കാഴ്ച ഞാൻ കാണാം പലപ്പോഴും. അപ്പൊ റവന്യൂവിൽ പറയുന്നത് കേട്ടാലേ നമ്മൾ ഒരു സെക്കൻഡോട് ചുമ്മാ അപ്ലോഡ് ചെയ്തു, 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഈ സാധനം കിട്ടി. എത്ര സിമ്പിളായിട്ടാ. മാരകമായ, ഞാൻ കണ്ടതിൽ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ സൂക്ഷിക്കേണ്ട മനുഷ്യനാണ് തീർച്ചയായിട്ടും. ഈ CPIയുടെ മിനിസ്റ്റർമാർ പൊതുവെ ഇപ്പൊ ഒരു മിനിസ്റ്റർ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസാദ് മിനിസ്റ്റർ വണ്ടിയിലിരുന്ന് സംസ്ഥാന സമ്മേളനം അനൗൺസ് ചെയ്യുന്ന കാഴ്ച അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. അതായത് സാധാരണ അനൗൺസർമാരെ വെച്ച് ചെയ്യേണ്ട ഒരു പണി നമ്മുടെ പ്രസാദ് മന്ത്രി ചെയ്യാണ്. അത് അദ്ദേഹം വളരെ നന്നായി ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. അതിപ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങേക്ക്. അപ്പോൾ അദ്ദേഹം പറയണത് എൻ്റെ ആവേശം കൊണ്ട് ചെയ്യുന്നതാണ്, ഞാനത് ആവേശം കൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചില വ്യതിരിക്തമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണിവർ. ഇതുവരെയുള്ള CPIയുടെ ചരിത്രവും കുറെ കൂടി മാനവികമാണ്. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ മിനിസ്റ്റർക്ക് ഇത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നില്ല? അല്ല, മാനവികമാണെന്നേ ഞാൻ കരുതുന്നില്ല, ഞങ്ങൾ കരുതുന്നില്ല. കാരണം വെച്ചാൽ ഒന്ന്, അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ ഒരു അറിവനുസരിച്ച് രാജ്യത്ത് ഭരണഘടന അട്ടിമറിച്ച ആദ്യത്തെ ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. നമുക്ക് നമ്മുടെ ഭരണാധികാരിക്ക് എത്ര ശേഷി കാണിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അങ്ങനെ പറയുമ്പോഴും ഭരണഘടന അട്ടിമറിച്ചു എന്ന് പറയുമ്പോഴും ഒരു കാര്യം വാസ്തവമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അടിയന്തരാവസ്ഥ അനുകൂലിക്കുന്ന ആളല്ല. അടിയന്തരാവസ്ഥ ഭരണഘടനാപരമാണ്. അതെ, പക്ഷെ പാലിക്കപ്പെടേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചല്ല ചെയ്തേക്കണം. മന്ത്രിസഭ പറഞ്ഞിട്ടില്ല, കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ അന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഭരണത്തിനപ്പുറം ചിലരെല്ലാം രാജ്യം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ CPI പാർട്ടി അതിന്റെ ഭാഗമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ അഗ്രിമെന്റ് പുതുക്കിയതവരാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ CPI പാർട്ടി ചെയ്ത ഭരണകാലത്ത് ചെയ്ത പല കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് കൊണ്ട് തന്നെ CPI അത്ര കറക്റ്റായ ഒരു പാർട്ടിയാണെന്ന് എങ്ങനെയോ അവർക്ക് വരുത്താൻ പറ്റിയെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നത്. ആരുടെയൊക്കെയോ തണലിൽ നിന്നുകൊണ്ട്, ഒളിവിൽ നിന്നുകൊണ്ട് ഒരു ഷോ പ്രോഗ്രാം നടത്തി പോകുന്ന
ഒരു പാർട്ടിയാണ്. വലിയൊരു ജനങ്ങളെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ സമ്മേളനകാലം ഈ സമ്മേളനകാലമായിട്ട് 25,000 മെമ്പർഷിപ്പ് ഇടിയെ എഴുതേക്കണം ഭരണമുള്ള കാലത്ത്. അതെ, ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അച്യുതമേനോൻ പലപ്പോഴും ശമ്പളം കിട്ടിക്കഴിഞ്ഞായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ പൈസ കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഒരു മന്ത്രി രാജി വെച്ചതിന് ശേഷം ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയാണ് വീട്ടിൽ പോയത് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മാതൃകാപരമായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അത് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. ചില വ്യക്തികളുടെ ക്വാളിറ്റി ഇപ്പൊ എല്ലാ പാർട്ടിയിലും ഉറപ്പായിട്ടും നമുക്ക് ഈ ആ ക്വാളിറ്റി രാഷ്ട്രീയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ CPI പോയി ചേർന്നാൽ അവന് ക്വാളിറ്റി ഉണ്ടാവും? ഇല്ല. അപ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ രാഷ്ട്രീയത്തിലും ക്വാളിറ്റിയുള്ള ചില പ്രതിഭകളും വ്യക്തിത്വങ്ങളും കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരിൽ നിന്ന് ചില ഗുണഫലങ്ങളും കിട്ടുന്നുണ്ട്, നീരുറവ് കിട്ടുന്നുണ്ട്, കിട്ടിയിട്ടും ഉണ്ടാവാം. പൊതുവെ ആ പാർട്ടി നല്ലതാണെന്ന് പറയാൻ പാകത്തിനുള്ള യോഗ്യതയൊന്നും പല കാര്യങ്ങളും ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഇല്ലെന്ന് മാത്രമല്ല, അതിനിഷ്ഠൂരത ഈ മലയോര ജനതയോട് കാണിച്ചിരിക്കുന്നത് CPI പാർട്ടിയാണ് എന്നാണ് ഞങ്ങൾക്ക് അനുഭവത്തിൽ പറയാനുള്ളത്. തെളിവ് സഹിതം ഞങ്ങൾ തെളിയിച്ചു തരുകയും ചെയ്യാം. അവസാനമായി സമയത്തിന്റെ കുറവുകൊണ്ടാണ് ഫലത്തിൽ ഇതുകൊണ്ട് വലിയ പ്രയോജനം ഞങ്ങൾക്കില്ല എന്നുള്ള ഒരു കാര്യം ഇരിക്കെ ഈ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് അങ്ങ് കണക്കൂട്ടുന്നത്? ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഈ ഭൂമി എന്നുള്ള വികാരത്തെ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ശരിക്കും പറഞ്ഞാൽ കെട്ടിപ്പടുക്കാൻ ഏറ്റവും അടിസ്ഥാന ഘടകമായി മാറിയിട്ടുള്ളത്. ആ ഭൂമിയിൽ ഇന്ന് ഗുരുതരമായ ആ ജനതയെ ഉപദ്രവിക്കുന്ന ഒരു പുതിയ നിലപാടിലേക്ക് അവരിപ്പോൾ എപ്പോൾ പറയണോ AKGയുടെ കഥ പറയും, കുടിയിറക്കിന്റെ കഥ പറയും, അവർ പഴയ കഥയിലിട്ട് നമ്മളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അത് നടക്കില്ല. ഇത് തിരുത്തേണ്ടി വരും. ഇത് ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമാണ്. ഒരു സമൂഹത്തെ ഒന്നാകെ കുഴിച്ചു മൂടുന്ന ഒരു നീക്കമാണ്. പിന്മാറേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. ഈ നിയമം റദ്ദ് ചെയ്യേണ്ടി വരും. ഈ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും എന്നുള്ള കാര്യത്തിനും സംശയം. ഒരു വലിയ കുടിയിറക്കിലേക്ക്, ഒരു വലിയ പലായനത്തിലേക്ക് ഒക്കെ വഴിതെളിക്കുമെന്നാണ് അങ്ങ് പറഞ്ഞത്. ഉറപ്പായിട്ടും ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ള ഭൂമി ഉപേക്ഷിക്കുക എന്നുള്ള നമ്മളുടെ ഒരു മാർഗമുള്ളൂ. ഒരു ഭാഗത്തൂടെ കാട്ടുമൃഗങ്ങൾ, വന്യജീവികളുടെ ശല്യം അല്ലേ, അത് അടിക്കടി കൂടി വരുന്നു. മറുഭാഗത്തൂടെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നമുക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ല എന്ന അവസ്ഥ. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന ഒരവസ്ഥ സാധാരണക്കാരന് ബോധ്യപ്പെടും. ഒരു കാര്യം പറയാം. ഈ നിയമം മൂന്നാർ പ്രദേശത്തെ 13 പഞ്ചായത്ത് പരിസ്ഥിതി പ്രാധാന്യ വിഷയം ദുരന്ത നിവാരണ നിയമങ്ങളോട് ബാധകമല്ല. 9 പഞ്ചായത്ത് ഉൾപ്പെടുന്ന മൂന്നാർ അതോറിറ്റി പ്രദേശത്ത് ബാധകമല്ല. മറ്റെന്തെങ്കിലും നിയമങ്ങളുള്ള പ്രദേശങ്ങൾക്ക് ഇപ്പൊ ഇറക്കിയ നിയമം ബാധകമല്ല. അപ്പൊ മൂന്നാറിലെ പ്രശ്നം പരിഹരിക്കാനല്ല ഈ നിയമം ഇറക്കിയതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി പോകണം. അതങ്ങനെ പ്രത്യേകം പറഞ്ഞിരുന്നുണ്ട്. ഉണ്ട്. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് അതല്ല. ഇപ്പൊ ഇവര് പ്രത്യേക വിജ്ഞാപന പ്രദേശങ്ങൾ 9 സ്ഥലങ്ങളിൽ വേറെ നിയമമാണ് ഇപ്പോ ഇറക്കിയ വിജ്ഞാപന പ്രകാരം. അപ്പൊ ആ 9 പഞ്ചായത്തിന് ബാധകമല്ല. ദുരന്ത നിവാരണ നിയമം ബാധകമായ റവന്യൂ മന്ത്രിയൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാവുന്ന അത്തരം മേഖലകൾ ഒഴിവാണെന്ന്. അപ്പോൾ അങ്ങോട്ട് ബാധകമല്ലെന്നുള്ള ഒരു പോയിന്റ് ആരും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും ഇനിയുണ്ട് ചർച്ച ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ. അങ്ങോട്ട് ചോദിക്കാനും അങ്ങേക്ക് പറയാനും ഉണ്ടെന്നറിയാം. അത് മറ്റൊരു അവസരത്തിലാകട്ടെ. തീർച്ചയായിട്ടും ഈ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. വളരെ സങ്കീർണമായ ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചും കൂടി തെളിച്ചമുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ചതിന്, മീഡിയയിലെത്തിയതിനും ഏറെ നന്ദിയുണ്ട്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പലവട്ടം നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇത് ഒന്നിനൊന്ന് ദുരൂഹമാവുകയാണ്, സങ്കീർണമാവുകയാണ്, കുരുക്ക് മുറുകുകയാണ്. അതിജീവന പോരാട്ടവേദി പറയുന്നത് ഈ ചട്ടഭേദഗതി കൊണ്ട് യാതൊരു പ്രയോജനവും സാധാരണ കർഷകർക്ക് ഇല്ല എന്ന് തന്നെയാണ്. ഇടുക്കിക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഏതായാലും ഇതിനെ സംബന്ധിച്ച വളരെ വ്യക്തമായൊരു നിലപാട് സർക്കാർ അറിയിക്കുമെന്ന് തന്നെയാണ് നാം ഇപ്പോഴും കരുതുന്നത്. നന്ദി, നമസ്കാരം.